ഇത് ദിലീപിന്റെ കുടുംബം തകർത്തതിനുള്ള പകരം വീട്ടാനാണ് 1.5 കോടി രൂപയ്ക്ക് 70 ലക്ഷം രൂപ നൽകി ഈ കൊട്ടേഷൻ ദിലീപ് നടത്തിയത് എന്നതാണ് പൾസ് സുനി പറയുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യം, ഈ സംഭവം നടക്കുമ്പോഴെല്ലാം ഈ വിവരങ്ങൾ തത്സമയം ചിലർ അറിയുന്നുണ്ടായിരുന്നു എന്ന പ്രധാനപ്പെട്ട കാര്യം. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, പലതവണ ഈ ദൃശ്യങ്ങൾ പകർത്തി, ആ ദൃശ്യങ്ങൾ പകർത്തി അതിന് മെമ്മറി കാർഡായിരുന്നു യഥാർത്ഥത്തിൽ അവർക്ക് വേണ്ടിയിരുന്നത് എന്നുള്ളതാണ്. ഈ അക്രമം ചെയ്യാൻ പോകുന്ന സമയത്ത് സുനിയോട് അതിജീവിത പറഞ്ഞുവത്രേ, ഈ അക്രമം കാട്ടാതിരുന്നാൽ എത്ര വേണമെങ്കിലും പണം തരാമെന്ന് കരഞ്ഞു പറഞ്ഞു അതിജീവിത. എന്നിട്ടും പൾസ് സുനി കേട്ടില്ല. ആ പണം വാങ്ങിയിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ജയിലിൽ പോകാതെ തനിക്ക് കഴിയാമായിരുന്നു എന്നുകൂടി പറയുന്നു. പക്ഷേ അതിനും അപ്പുറത്തേക്കുള്ള വലിയ ഓഫർ ഈ പറയുന്ന കൊട്ടേഷൻ നൽകിയ സംഘം നൽകി എന്നാണ് പൾസ് സുനി പറയുന്നത്. അതുകൊണ്ട് തന്നെ പൾസ് സുനി ഈ കേസിൽ അതിജീവിതയെ വെറുതെ വിട്ടില്ല. പലതവണ ആക്രമിച്ച് പലതവണ ദൃശ്യങ്ങൾ പകർത്തി എന്നും നമ്മളോട് പറയുന്നുണ്ട്. ഇതിനകത്ത് ഈ കേസ് സ്റ്റാർട്ട് സമയത്ത് പറയുന്ന ഇതാണ് 1.5 കോടി ഉള്ള സംഭവം. 1.5 കോടി, അതായത് ദിലീപ് 1.5 കോടി കൊടുത്ത് കൊട്ടേഷൻ കൊടുത്തിട്ടാണ് പൾസർ സോണി ഇതിനകത്ത് ഇന്നാവുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് പൾസർ സോണി പറയുന്നത് 70 ലക്ഷം രൂപ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്, 80 ലക്ഷം കൂടി കിട്ടാനുണ്ട് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 70 ലക്ഷം രൂപ നമുക്ക് വലിയൊരു എമൗണ്ട് ആണല്ലേ. അപ്പോൾ ഇപ്പോഴാണ് ഈ കേസിനകത്ത് 70 ലക്ഷം കിട്ടിയെന്ന് പറയുന്നത്. ഇതിനു മുമ്പ് എവിടെയും തന്നെ എമൗണ്ടിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടാവില്ല. കാരണം 1.5 കോടിയുടെ ഒരു കൊട്ടേഷനാണ് മാത്രമാണ് പുറത്തോട്ട് വന്നത് ഒരു റിപ്പോർട്ട്. അപ്പോൾ 70 ലക്ഷം നമുക്ക് കണ്ടുപിടിക്കണ്ടേ. അതായത് ഈ കാലഘട്ടത്തിൽ നമുക്ക് അറിയാൻ പറ്റും 70 ലക്ഷം വലിയൊരു എമൗണ്ട് ആണ്. ആര് കൊടുത്തു, എവിടുന്ന് കൊടുത്തു, ഏത് സമയത്ത് കൊടുത്തു, ആരാണ് ചെന്ന് കൊടുത്തത്, ഇതെല്ലാം പുറത്തോട്ട് വരണ്ടേ. അതിജീവിത, ഹാറ്റ്സ് ഓഫ്. അതായത് അന്ന് അവർ ഈ ഒരു സ്റ്റാൻഡ് എടുത്തില്ലായിരുന്നെങ്കിൽ ഈ കേസിന് ഗതിയെ മാറിപ്പോയിരുന്നേനെ. കാരണം അവരന്ന് ഇത് തുറന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഈ കേസ് നമ്മൾ ഇതുവരെയ്ക്കും നമ്മൾ അറിയാൻ പറ്റിയത്. ഈ കേസിൽ ഏറ്റവും നിർണായകമായത് ആ മൊബൈൽ ഫോണാണ്. ആ മൊബൈൽ ഫോൺ കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല, അന്വേഷണ ഏജൻസിക്ക് സാധിച്ചിട്ടില്ല. ഗോശ്രീ പാലത്തിൽ നിന്ന് എടുത്തു കളഞ്ഞുവെന്ന് കള്ളം പറയുകയായിരുന്നു എന്നാണ് ഇപ്പോൾ പൾസ് സുനി നമ്മളോട് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റോഷിപാൽ, ആ മൊബൈൽ ഫോൺ എവിടെയാണ് എന്നുള്ളത് പുറത്തു പറയാൻ പറ്റാത്ത രഹസ്യമാണെന്നാണ് പൾസ് സുനി പറയുന്നത്. അതിൻ്റെ അർത്ഥം ആ മൊബൈൽ ഫോൺ ഇപ്പോഴും എവിടെയോ ഒരു രഹസ്യ കേന്ദ്രത്തിലുണ്ട്. നമ്പർ 2, ആ മൊബൈൽ ഫോണിലൂടെ പകർത്തിയ ആ ദൃശ്യങ്ങൾ സൂക്ഷിച്ചിരുന്ന മെമ്മറി കാർഡ്, യഥാർത്ഥ മെമ്മറി കാർഡ്, അതിന്റെ പകർപ്പ് മാത്രമാണ് അഭിഭാഷയ്ക്ക് നൽകിയതെന്ന് പറയുന്നു. യഥാർത്ഥ മെമ്മറി കാർഡും രഹസ്യ കേന്ദ്രത്തിലുണ്ട് എന്ന സൂചനയാണോ ഇപ്പോൾ പൾസ് സുനി നൽകുന്നത്? അങ്ങനെയാണെങ്കിൽ അതും ഈ കേസിൽ നിർണായകമാണ്. ഡോക്ടർ അരുൺകുമാർ, സൂചനയല്ല, അത് സമ്മതിക്കുകയാണ് ഈ നടിയാക്രമിച്ച കേസിലെ മുഖ്യപ്രതി, കുറ്റകൃത്യം ചെയ്ത പൾസർ സുനി. ഒന്ന്, നമ്മളിപ്പോൾ ഓരോ ദൃശ്യങ്ങളും ഓരോ വെളിപ്പെടുത്തലും പുറത്തുവിടുമ്പോൾ പലതും അത് നമുക്ക് പുറത്ത് പൂർണ്ണമായും വിടാൻ പറ്റാത്ത കാര്യങ്ങളാണ്. എല്ലാം നമ്മൾ പക്ഷേ പോലീസിന് മുന്നിൽ കൈമാറും എന്ന നേരത്തെ അരുൺകുമാർ പറഞ്ഞതുപോലെ ഇതിൻ്റെ മുഴുവൻ ദൃശ്യങ്ങളും, പക്ഷേ അത് പുറത്തു വരുന്നത് അത്ര ശുഭകരമല്ല.